ദീപക് ശക്തി പ്രാപിച്ചു വരികയാണോ അവിടെ മഴ? പാലക്കാട്ടെ മഴയെല്ലാം കോഴിക്കോട്ടേക്കും മലബാറിലേക്കും ദീപക് കൊണ്ടുപോയി എന്ന് പാലക്കാട്ടുകാർ പറയുന്നു, മഴയില്ല എന്ന് രാധാകൃഷ്ണൻ പറയുന്നു. സുജയ, മഴ നമ്മൾ ലൈവിന് വേണ്ടി ഇറങ്ങി നിൽക്കുന്ന ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് ശക്തമായ മഴയാണ്. നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞതുപോലെ ബീച്ചിൻ്റെ പരിസരത്തൊക്കെ വളരെ ശക്തമായ മഴയുണ്ട്. നഗര കേന്ദ്രീകൃതമായിട്ട് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഏതാണ്ട് 5 മണിയോടുകൂടിയാണ് ഇങ്ങനെ മഴ ശക്തമാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. മലയോര മേഖലയിൽ ഏതാണ്ട് 3 മണിയോടുകൂടി തന്നെ ഇടപെട്ടുള്ള മഴയുണ്ട് എന്നുള്ളതാണ് കോഴിക്കോടിനെ സംബന്ധിച്ച്. പക്ഷേ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ള ആശ്വാസകരമായ സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നേരത്തെ സുനിഷയൊക്കെ സൂചിപ്പിച്ചതുപോലെ കാസർഗോഡ് ജില്ലയിലും സമാനമായ രീതിയിൽ ഇടപെട്ടുള്ള ശക്തമായ മഴയുണ്ട്. നാളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കാസർഗോഡ് അവധി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ അല്പം ആശ്വാസമുള്ള കാര്യമാണ്. അവർക്ക് നാളെ സ്കൂളിൽ പോകേണ്ടി വരില്ല എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. ഇനി കണ്ണൂരിലേക്ക് വരികയാണെങ്കിൽ കണ്ണൂരിലും ഇടവിട്ടുള്ള മഴയുണ്ട് എന്നുള്ളത് തന്നെ. ഞാൻ അല്പം മുൻപ് അർജുൻ കല്യാണുമായി സംസാരിച്ചിരുന്നു. അപ്പോഴും പറയുന്നത് ഇടവിട്ടുള്ള മഴ എന്നുള്ളതാണ് അർജുൻ അവിടെ നിന്നും പറയുന്നത്. വയനാട്ടിലേക്ക് പോകുമ്പോഴും നേരത്തെ മഴ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനിയിപ്പോൾ വൈകിട്ടുള്ള ഈ ഒരു സമയം എന്ന് പറയുന്നത് ശക്തമായ മഴയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് തന്നെയാണ് കരുതുന്നത്. അതിനുള്ള KCBയുടെ മുന്നറിയിപ്പ് വരുന്നുണ്ട്. ദീപക്, മഴയത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്കതൊന്ന് പ്രേക്ഷകരെ അറിയിക്കാം, നമുക്കത് നമ്മുടെ ഒരു സ്ക്രീനിലും കൊടുക്കാം. അതീവ ശ്രദ്ധ വേണമെന്നാണ് KCB പറയുന്നത്. വൈദ്യുതി അപകടങ്ങളിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം, ജാഗ്രത വേണം. അപകടമോ അപകട സാധ്യതയോ ഉണ്ടായാൽ അറിയിക്കാൻ പ്രത്യേക നമ്പർ കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മഴയത്ത് പുറത്തേക്ക് ഇറങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ദീപക്, ഇപ്പോൾ കോഴിക്കോട്ടെയും അതോടൊപ്പം തന്നെ കണ്ണൂരിലെയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. കോഴിക്കോട്ട് പലയിടത്തും നല്ല മഴയാണ്, നമ്മുടെ പ്രേക്ഷകരിൽ പലരും ഇങ്ങനെ പറയുന്നു. കാസർഗോട്ട് മഴയാണ്. മലബാർ ഭാഗത്തേക്കുള്ള ട്രെയിൻ സമയങ്ങളിൽ വല്ല വ്യത്യാസവും ഉണ്ടോ എന്ന് PM കൈസ് ചോദിക്കുന്നു. എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ ദീപക്, അറിയിപ്പുകളുണ്ടോ? നിലവിൽ അത്തരത്തിലുള്ള അറിയിപ്പുകൾ വന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് മഴ നേരത്തെ തന്നെ പ്രവചിക്കപ്പെട്ടുവെങ്കിൽ പോലും ശക്തമായ മഴ എന്ന തരത്തിലേക്ക് മാറുന്നത് ഇപ്പോൾ വൈകിട്ടത്തോടു കൂടിയാണ്, 5 മണിക്ക് ശേഷമാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇന്ന് രാവിലെ മുതൽ തന്നെ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് പൊതുവെ ഉണ്ടായിരുന്നത്. ശരി ദീപക്, തുടരുക. ദീപക്, പാലക്കാട് ഉണ്ടായിരുന്നപ്പോൾ പെയ്തു തുടങ്ങിയ ഒരു വിവാദ മഴയുണ്ട്.